ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ കർത്താവായ ഈശോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഒരധിക ബലം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ കുടുംബത്തിന് ഒരു പുതിയ ചൈതന്യം ലഭിക്കട്ടെ. വചനാഭിഷേകത്തിലൂടെ നമ്മുടെ കുടുംബം നിറയപ്പെടട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനവും രോഗശാന്തിയും എന്ന വിഷയമാണ്. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും രോഗശാന്തി എന്ന ആ ഒരു വിഷയമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശ്വാസവും രോഗശാന്തിയും, അതുപോലെ തന്നെ ദൈവവചനവും രോഗശാന്തിയും. ഇന്ന് നാം പ്രാർത്ഥിക്കുവാനും വിചിന്തനം ചെയ്യുവാനും ആഗ്രഹിക്കുന്നത് ദൈവവചനവും രോഗശാന്തിയുമാണ്. ഇങ്ങനെ ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കാരണം, ഇരിട്ടിയിലൊരു കൺവെൻഷൻ നടത്താൻ പോയി. ആയിരങ്ങളുടെ കൺവെൻഷനാണ്. ആ കൺവെൻഷൻ ദിവസങ്ങളിൽ ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അദ്ദേഹത്തിന് പലവിധ രോഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ കോടിയിരിക്കുകയാണ്, മുഖമിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ വിഷമതകളും രോഗപീഠകളെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ മുഖമിങ്ങനെ കോടിയിരിക്കുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം, നമ്മുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആത്മായ ശുശ്രൂഷകനായ ബ്രദർ സാബു അറുതോട്ടിലിനെ കുറിച്ചാണ്. കാരണം അന്ന് ഞങ്ങൾ അവിടെ അട്ടപ്പാടിയിൽ പോയത് വൈദികരുടെ ഗ്രാൻഡ് കോൺഫറൻസിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ്. അവിടെ വൈദികരോട് സംസാരിക്കാൻ വന്ന ബ്രദർ സാബു എന്ന ആത്മായ സഹോദരനെ കുറിച്ച് ബഹുമാനീയനായ, ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വചന ശുശ്രൂഷകനായ ഫാദർ വട്ടായി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു ദിവസം ബ്രദർ സാബു അറുതോട്ടിലിനെ അട്ടപ്പാടിയിലെ ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഈ ശുശ്രൂഷകരുടെ ഇടയിൽ മുഖമിങ്ങനെ കോടിയിരിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഇത് വർഷങ്ങളായി ഇങ്ങനെ കോടിയിരിക്കുന്നത് കൊണ്ട് ആ സഹോദരൻ പോലും അതൊരു രോഗമായിട്ട് കണ്ടിരുന്നില്ല. പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പലരും ആ ബ്രദർ സാബു അറുതോട്ടിലിൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം തേടി. വട്ടായി അച്ഛൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ ആത്മായ ശുശ്രൂഷകൻ ആ മുഖം കോടിയിരിക്കുന്ന ആ ഭാഗത്ത് ഒന്ന് തട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 100-600 വൈദികരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. വട്ടായി അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു സാധാരണക്കാരനായ ബ്രദർ സാബു ആ സഹോദരൻ്റെ മേൽ കൈകൾ തട്ടി പ്രാർത്ഥിച്ചപ്പോൾ വളഞ്ഞു കോടിയിരുന്ന മുഖം നേരെ ആയു അത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു സാധാരണക്കാരിൽ സാധാരണക്കാരായ
വചന പ്രഘോഷകരിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ പെന്തക്കോസ്തയുടെ അത്ഭുതങ്ങൾ എന്ന പോലെ ഇന്നും കത്തോലിക്കാ സഭയിൽ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇരിട്ടിയിൽ ഇങ്ങനെ മുഖം കോടിയ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റു പലവിധ രോഗങ്ങളെക്കുറിച്ചാണെങ്കിലും എൻ്റെ മനസ്സ് പോയത് ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ്റെ ആ സാക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാനും ഇതാ മുഖത്ത് തട്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഇരിട്ടിയിലെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്ന ഈ മുഖം കോടിയിരിക്കുന്ന സഹോദരനിലൂടെ കർത്താവെ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് മുഖത്ത് തട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് യാതൊരു അടയാളവും എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് എനിക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്, അച്ഛാ, അന്ന് തട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എൻ്റെ കോടിയിരുന്ന മുഖം, എനിക്ക് സ്ട്രോക്ക് വന്ന് കോടിയിരുന്ന എൻ്റെ മുഖം കർത്താവായ ഈശോ എനിക്ക് നേരെയാക്കി തന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഇടപെടുന്ന ദൈവം, പ്രത്യേകിച്ച് എവിടെയെല്ലാം ശക്തമായിട്ട് വചനം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവം അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഇടപെടുന്നു എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിലുള്ള വചന പ്രഘോഷണങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുമ്പോഴാണ് കർത്താവ് വിടുതൽ നൽകുന്നത്. എന്തിനാണ് കർത്താവ് അത്ഭുതങ്ങളിലൂടെ, വിടുതലിലൂടെ ഇടപെടുന്നത്? ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, വചനം ശക്തമായി പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടിയാണ്. വചന പ്രഘോഷണത്തിലൂടെ ദൈവത്തിൻ്റെ രാജ്യം സാക്ഷാത്കരിക്കപ്പെടണം. ലോകത്തിന് സമാധാനവും ഐശ്വര്യവും ദൈവസ്നേഹവും നിറയണം. ശക്തമായിട്ട് ദൈവസ്നേഹം പ്രഘോഷിക്കപ്പെടണം. ശക്തമായിട്ട് ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കപ്പെടണം. ശക്തമായിട്ട് ദൈവത്തിൻ്റെ ക്ഷമ പ്രഘോഷിക്കപ്പെടണം. അങ്ങനെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് ദൈവം അസാധാരണമായ കാര്യങ്ങളിലൂടെ ആ വചനം അതിൻ്റെ ശക്തി തെളിയിച്ചു തരുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം ഭാഗത്തിൻ്റെ 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ, അതായത് കർത്താവ് യേശുക്രിസ്തു, അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും, വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ലൂക്ക 9-ാം അധ്യായം 1-2 വചനങ്ങളിൽ നാം കേൾക്കുന്നുണ്ട്. അവൻ 12 പേരെ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും തീർന്നില്ല, ദൈവരാജ്യം പ്രസംഗിക്കാൻ അവരെ അയച്ചു. അപ്പോൾ അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തുന്നത്, രോഗശാന്തി വരം കൊടുത്ത്, വിടുതലിൻ്റെ വരം കൊടുത്ത് ഈശോ പറഞ്ഞയക്കുന്നത് വചനപ്രഘോഷണത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ലോകത്തിലേക്ക് അയക്കുന്നത്. അപ്പോൾ രോഗശാന്തി ശുശ്രൂഷകളുടെയും വിടുതൽ ശുശ്രൂഷകളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് വചനപ്രഘോഷണമാണ്, ദൈവരാജ്യ പ്രഘോഷണമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഈ ലോകത്ത് വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടണം. ദൈവത്തിന് ഈ ലോകത്തിനോടുള്ള കരുണ, ദൈവത്തിന് ഈ ലോകത്തിനോടുള്ള ക്ഷമിക്കാനുള്ള മനസ്സ് വളരെ ശക്തമായി പ്രഘോഷിക്കപ്പെടണമെന്നുള്ളതാണ്
ദൈവത്തിൻ്റെ തിരുമനസ്. അപ്പം നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് എന്താണ് ഈ വചനം? ഈ വചനം കൊണ്ട് രോഗികൾ സുഖം പ്രാപിക്കുന്നു, വചനം കൊണ്ട് സാത്താൻ ബഹിഷ്കരിക്കപ്പെടുന്നു, വചനം കൊണ്ട് തിന്മകൾ ഛിന്ന ഭിന്നമാക്കപ്പെടുന്നു. എന്താണ് ഈ വചനം? വചനം മറ്റൊന്നുമല്ല, വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. വചനം യേശുവാണ്. അപ്പോൾ വചനം പ്രഘോഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു പ്രഘോഷിക്കപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-14 പഠിപ്പിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഗോഡ് ഈസ് ഇമ്മാനുവൽ. ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. അപ്പോൾ വചനം പ്രഘോഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോകം മുഴുവൻ യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടണം. യേശുവിൻ്റെ നാമം സൗഖ്യത്തിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം വിടുതലിൻ്റെ നാമമാണ്. എന്താണ് ഈ വചനത്തിൻ്റെ, ഈ യേശുവിൻ്റെ പ്രത്യേകത? ഈ വചനത്തിൻ്റെ പ്രത്യേകത, വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. നിരന്തരം വചനം വായിക്കുന്ന കുടുംബങ്ങളിൽ, നിരന്തരം ബൈബിൾ ഉറക്കെ വായിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണമുണ്ട് എന്ന് വചനം വായിക്കുന്നവർക്ക് അനുഭവവേദ്യമാണ്. റോമ 9:6 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ബിക്കോസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. വചനം യേശുവാണ്. അപ്പോൾ ഈ വചനം പ്രഘോഷിക്കപ്പെടുന്ന കുടുംബങ്ങൾ, വചനം വായിക്കുന്ന കുടുംബങ്ങൾ യേശുവിനെയാണ് പ്രഘോഷിക്കുന്നത്, യേശുവിനെയാണ് വായിക്കുന്നത്. കാരണം വചനം മാംസം ധരിച്ചതാണ് യേശു ക്രിസ്തു. ആ വചനമാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, വചനം ഒരിക്കലും നശിക്കുന്നില്ല. മറ്റെന്ത് നശിച്ചാലും വേർഡ് ഓഫ് ഗോഡ് എന്നും നിലനിൽക്കും, വചനം എന്നും നിലനിൽക്കും. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ഞാൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സാഹോദര്യത്തിൻ്റെ, എളിമയുടെ, തോറ്റുകൊടുക്കുന്നതിൻ്റെ വചനം അതെന്നും നിലനിൽക്കും. ഒരു ചെവിടത്തിട്ടടിക്കുന്നവന് മറു ചെവിട് കാണിച്ചു കൊടുക്കുന്ന വചനത്തിൻ്റെ ദൈവശാസ്ത്രം. 1 മൈൽ നടക്കാൻ പറയുന്നവനോടൊപ്പം 2 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്ന വചനത്തിൻ്റെ ദൈവശാസ്ത്രം. ഏറ്റവും അവസാനം കുരിശിൽ തൂങ്ങി ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കാൻ വേണ്ടി കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ച ദൈവവചനത്തിൻ്റെ ആ ദൈവശാസ്ത്രം ഒരിക്കലും നശിക്കുകയില്ല. വചനം നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കും. നിരാശയിൽ കഴിയുന്നവർ, അസ്വസ്ഥതയിൽ കഴിയുന്നവർ, രോഗങ്ങളിൽ കഴിയുന്നവർ, അവർ ധ്യാനിക്കേണ്ട ഒരു വിഷയം ദൈവവചനം, വിശുദ്ധ വചനം അവരുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ നീ ഭക്ഷിക്കുക. അവിടെ ചുരുൾ എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ വചനത്തെ നീ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് നീ സംസാരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കേണ്ടതാണ്. ദൈവവചനത്തെ ഭക്ഷിക്കാതെ ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? ഈ ലോകത്തിന് ദൈവസ്നേഹത്തിന് സാക്ഷികളാകണമെങ്കിൽ ആദ്യം ദൈവവചനത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. ഇവിടെ എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, ആ ചുരുൾ നീ ഭക്ഷിച്ചിട്ട് ഇസ്രായേൽ ജനത്തോട് പോയി നീ സംസാരിക്കുക. തുടർന്ന് പറയുകയാണ്, ഞാൻ വായ് തുറന്ന് ആ ചുരുൾ അവൻ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു,
എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കും. കയ്പ് നിറഞ്ഞ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, കയ്പ് നിറഞ്ഞ നമ്മുടെ ചിന്തകൾ, കയ്പ് നിറഞ്ഞ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, കയ്പ് നിറഞ്ഞ നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, ഇവയെല്ലാം വിട്ടുപോകുവാനുള്ള ദിവ്യ ഔഷധമാണ് ദൈവവചനം. അപ്പോൾ ദൈവവചനത്തെ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മീയതയും മധുരമുള്ളതാക്കപ്പെടുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകവും 10-ാം അധ്യായം 10-ാം വാക്യവും ഇതേപോലെ തന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ മാലാഖയുടെ കയ്യിൽ നിന്ന് ഗ്രന്ഥം വാങ്ങി വിഴുങ്ങി, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിക്കുന്നു. അപ്പോൾ സഭ നമുക്ക് മാലാഖയാണ്. സഭ 2 കരങ്ങളും വെച്ച് നീട്ടി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമവും പുതിയ നിയമവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കുവാനും നമ്മുടെ ജീവിതത്തെ ആസ്വാദ്യമാക്കുവാനുമുള്ള ദിവ്യമായ ഔഷധമാണ് വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ മാലാഖയുടെ കയ്യിൽ നിന്ന് ആ ചുരുൾ വാങ്ങി ഭക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും തീഷ്ണതയുള്ളതായി, കൃപയുള്ളതായി, അനുഗ്രഹമുള്ളതായി. നമ്മുടെ ജീവിതവും അനുഗ്രഹമുള്ളതായി മാറേണ്ടേ, കൃപയുള്ളതായി മാറേണ്ടേ, രോഗശാന്തി നമുക്ക് ലഭിക്കേണ്ടേ, മനസ്സിലെ അസ്വസ്ഥതകളും കെട്ടുപാടുകളുമെല്ലാം മാറേണ്ടേ. അതിലുള്ള ദിവ്യമായ ഔഷധമാണ് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. ദൈവവചനം യേശുവാണ്. വചനം നമുക്ക് സൗഖ്യം നൽകുമെന്ന് കൂടി സുവിശേഷം പഠിപ്പിക്കുകയാണ്. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ വചനം കൊണ്ട്, യേശുക്രിസ്തു വചനം കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പം നോക്കിക്കേ, കത്തോലിക്ക സഭയുടെ ശക്തി, ഒരു വിശ്വാസിയുടെ ശക്തി, കത്തോലിക്ക ദേവാലയത്തിൻ്റെ ശക്തി, നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി മറ്റൊന്നുമല്ല, വിശുദ്ധ വചനമാണ്, ദൈവവചനം. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, നിരന്തരം ഉറക്കെ വചനം വായിക്കുന്ന കുടുംബങ്ങളിൽ സാത്താൻ കടന്നു വരില്ല. വിശുദ്ധ ബൈബിളുമായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ മേൽ ഒരു തിന്മയും കടന്നു വരില്ല. മദ്യമോ മയക്കുമരുന്നോ ശത്രുക്കളോ തിന്മകളോ ആ കുട്ടികളെ ആക്രമിക്കില്ല. കാരണം അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ദിവ്യമായ ഔഷധമുണ്ട്. അവനെ സംരക്ഷിക്കുന്ന, അവന് സൗഖ്യം കൊടുക്കുന്ന, അവന് ആശ്വാസം കൊടുക്കുന്ന ദിവ്യമായ ഔഷധമാണ് ദൈവവചനം. യേശു വചനം കൊണ്ടാണ് രോഗികളെ സുഖപ്പെടുത്തിയത്. മത്തായി 4:23 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവൻ പഠിപ്പിച്ചത് വചനമാണ്. അവൻ പഠിപ്പിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്. അവൻ പഠിപ്പിച്ചത് നിത്യജീവനെക്കുറിച്ചാണ്. അവൻ പഠിപ്പിച്ചത് മാനസാന്തരത്തെക്കുറിച്ചാണ്. ആ മാനസാന്തരം, ആ അഭിഷേകവുമാണ് വിശുദ്ധ വചനത്തിലുള്ളത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളെ അവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും അവൻ സുഖപ്പെടുത്തി. ഈ ഒരു പ്രേക്ഷിത ദൗത്യമാണ് കത്തോലിക്ക സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ വ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായി വിടുതൽ കൊടുക്കാൻ തീഷ്ണതയോടെ, കൃപയോടെ വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:21 പഠിപ്പിക്കുന്നുണ്ട്, കർത്താവേ, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വചനമാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 21-ാമത്തെ വാക്യം. അപ്പോൾ വചനം നമ്മെ രക്ഷിക്കുന്നു. വചനം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ശുദ്ധീകരിക്കുന്നു. വചനം നമ്മൾക്ക് അഭിഷേകം തരുന്നു. വചനം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു.
ലൂക്ക 24:32 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? ഉദ്ധിതനായ ക്രിസ്തു വചനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവർ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. ദൈവവചനം പാലിച്ചാൽ ദൈവം നമ്മോടുകൂടെ നമുക്ക് അനുഭവവേദ്യമാകും. വചനം വഴി വിശ്വാസം ലഭിക്കുന്നു. വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. വചനം നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. വചനം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. എങ്ങനെ വചനം കേൾക്കണം, എങ്ങനെയാണ് വചനത്തെ സ്വീകരിക്കേണ്ടതെന്ന് ബഹുമാന്യനായ ജോൺ എഫ് ചെറിയവള്ളി അച്ഛൻ ദിവ്യധ്യാനം എന്ന പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് അനുതാപത്തിലൂടെ വചനം വായിക്കണം. അപ്പം മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ വചനം വായിക്കാനായിട്ട് പരിശ്രമിക്കുക. യെശയ്യാ 66:2 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കും. അപ്പം ദൈവവചനം കാലിൻ്റെ അടിമുതൽ തല വരെ വിറയലോടെ, എളിമയോടെ, നിഷ്കളങ്കതയോടെ വായിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് യെശയ്യാ 66:2. വചനം വിശ്വാസത്തോടെ വായിക്കണമെന്ന് ജോൺ എഫ് ചെറിയവള്ളി അച്ഛൻ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ വചനം കേൾക്കുകയും വായിക്കുകയും വേണം. അതുമാത്രമല്ല, വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വചനം വായിക്കണം. മറ്റൊന്ന്, വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് വചനം വായിക്കണം. അപ്പം വചനം ആത്മാർത്ഥതയുമായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ചാൽ മാത്രമേ വചനം പ്രഘോഷിക്കാനായിട്ട് നമുക്ക് അർഹതയുള്ളൂ. അപ്പം ഞാൻ വായിക്കുന്ന, ഞാൻ കേൾക്കുന്ന എൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവന് മാത്രമാണ് വചനം പ്രഘോഷിക്കുവാനും വചനം പറയുന്നത് പോലെ അത്ഭുതങ്ങൾ, അടയാള ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളുടെ കേന്ദ്രം ദൈവവചനമാണ്. വചനാധിഷ്ഠിതമായ ജീവിതമാണ്. ദൈവവചനമാണ് ഒരു ക്രിസ്ത്യാനെ ശക്തിപ്പെടുത്തുന്നത്. ദൈവവചനമാണ് ഒരു പുരോഹിതനെ ശക്തിപ്പെടുത്തുന്നത്, അധിക ബലം കൊടുക്കുന്നത്. വചനം എവിടെയെല്ലാം വായിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അധികബലം ലഭിക്കും. അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നാം ശക്തി പ്രാപിക്കും. അപ്പം പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ദൈവവചന കേന്ദ്രീകൃതമായ ഒരു ജീവിതം പണിതുയർത്തുക. അപ്പം അങ്ങനെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം കൊണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തെ എനിക്ക് ദാനമായി നൽകണമേ. വചനം കൊണ്ട് എന്നെ അഭിഷേകമുള്ളവനാക്കണമേ. വചനം എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും വന്ന് നിറയട്ടെ, എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ. വചനത്താൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. വചനത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. സാത്താൻ്റെ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, മഷിനോട്ടത്തിൻ്റെ എല്ലാ കെട്ടുകൾ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.